ഈ വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ ഒരുപോലെ വട്ടം ചുറ്റിച്ച ഒരു കക്ഷിയെക്കുറിച്ചാണ് പത്തനംതിട്ട റാന്നി പുതുശ്ശേരിമല പടിഞ്ഞാറ്റേതിൽ പ്രൊഫസർ രാജശേഖരൻ നായർ എന്ന വീട്ടിലാണ് ഒരു അതിഥി എത്തിയത്. ചില്ലറക്കാരനൊന്നുമല്ല, ഒരു രാജവെമ്പാലയാണ്. അവസാനം റാന്നിയിൽ നിന്നുള്ള RRT സംഘം എത്തി ഒരുപാട് പണിപ്പെട്ടാണ് ഇവനെ പിടികൂടിയത്. ഇപ്പുറ സൈഡ് അത് സൈഡിലോട്ട് വരുന്നുണ്ടേ. CK അഭിലാലുണ്ട്. അഭിലാൽ, ഈ അടുത്തൊക്കെ ഈ രാജവെമ്പാലയെ പിടിക്കുന്നത് പലപ്പോഴും വലിയ വാർത്തയാണ്. ഒന്നില്ലെങ്കിൽ അതിസാഹസികത കൊണ്ട്, അല്ലെങ്കിൽ ഇവന്റെ വലിപ്പം കൊണ്ടൊക്കെ. ഇതാണെങ്കിലും കുറേ സമയം വട്ടം ചുറ്റിച്ചു. എത്ര സമയം എടുത്തു അവസാനം കൂട്ടിലാക്കാൻ? രൂപം കൊണ്ട് തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് രാജവെമ്പാല. അങ്ങനെ ഒരു പാമ്പ് വീടിനുള്ളിലേക്ക് കടന്നു വരുന്നു എന്ന് ഓർക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഭയം നമുക്ക് പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമാണ്. വ്യാഴാഴ്ച രാവിലെ ഒരു 11 മണിയോട് കൂടിയാണ് ഈ വീടിൻ്റെ മുകൾ നിലയിലുണ്ടായിരുന്ന ആളുകൾ കുഞ്ഞിൻ്റെ സൈക്കിൾ എടുക്കാൻ വേണ്ടി സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോഴാണ് രാജവെമ്പാല തുറന്നിട്ട വാതിൽ ഭാഗത്തുകൂടെ ഉള്ളിലേക്ക് എഴിഞ്ഞു വരുന്നത് കാണുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ രാജവെമ്പാലയാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ അവർ റാന്നി RRTയുടെ സഹായം തേടുകയാണ്. ഇഴഞ്ഞു വന്ന രാജവെമ്പാല മുറിയുടെ ഒരു മൂലയ്ക്ക് മാറി ചുരുണ്ടിരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അത് അവിടെ നിന്നും മറ്റെങ്ങോട്ടേക്ക് നീങ്ങിപ്പോകുന്നില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് വീട്ടുകാർ മുകളിലത്തെ നിലയിൽ തന്നെ സ്ഥാനം ഉറപ്പിക്കുകയാണ് ഉണ്ടായത്. വനംവകുപ്പ് ജീവനക്കാർ അവിടെ എത്തിയപ്പോൾ മൊബൈൽ ഫോൺ വഴി കമ്മ്യൂണിക്കേഷൻ പകർന്ന് നൽകി. അങ്ങനെ അവർ എത്തി. വീടിൻ്റെ ആ മുറി എന്നുള്ളത് ഏറെ സാധന സാമഗ്രികൾ കൊണ്ട് നിറഞ്ഞ ഒരു ഭാഗമായത്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രമം ഈ രാജവെമ്പാലയെ പിടിക്കാൻ വേണ്ടി വന്നിരുന്നു. എത്ര ബുദ്ധിമുട്ടുള്ള, എത്ര വലിപ്പമുള്ള പാമ്പാണെങ്കിലും കെണിയൊരുക്കി അതിൻ്റെ വായ ഭാഗം അതിൻ്റെ മുഖത്തോട് ചേർക്കുമ്പോൾ ഉള്ളിലേക്ക് കടന്നു പോകുന്നതാണ് സ്വാഭാവികമായും സംഭവിക്കുക. പക്ഷേ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു 6.5 മിനിറ്റ് സമയം ഇതിനു വേണ്ടി ചെലവിട്ടു. എന്തായാലും 12 അടി നീളമുള്ള പാമ്പിനെ വിജയകരമായി അവർക്ക് പിടിച്ച് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ ആ ദിവസം തന്നെ വൈകുന്നേരം പ്ലാപ്പള്ളി ശബരിമല വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് തുറന്നു വിടുകയാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ ഓരോ ദിവസവും പിടിക്കുന്ന പാമ്പുകളെയൊക്കെ തന്നെ RRTയുടെ ഓഫീസിൽ സൂക്ഷിക്കുകയും പിന്നീട് ഒരു വണ്ടിയിലേക്ക് ഉള്ള അത്രയും എണ്ണമാകുമ്പോൾ കൊണ്ടുവിടുകയുമാണ് ഉണ്ടാകുക. പക്ഷേ ഇപ്പോൾ വേനൽ കടുത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ പാമ്പിനെ അവിടെ സൂക്ഷിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും വേനൽക്കാലം എന്നുള്ളത് പാമ്പ് വർഗ്ഗങ്ങൾക്ക് ഏറെ അതിജീവിക്കാൻ പ്രയാസമുള്ളൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിലേക്ക് തന്നെ തുറന്നു വിടുകയാണ് ഉണ്ടായത്. എന്തായാലും റാന്നി RRT ജില്ലയുടെ പരിധിയിൽ മാത്രമല്ല, കായംകുളം മുതൽ ആലപ്പുഴ ജില്ലയുടെ അരൂർ വരെയുള്ള മേഖലകളിലും സമാനമായ പിടികൂടി കാട്ടിലേക്ക് വിട്ടു എന്നതാണ് ആശ്വാസം. ഈ പാമ്പിനെ പൊതുവെ എല്ലാവർക്കും തന്നെ, പാമ്പിനെ പേടിയില്ലാത്ത ആളുകളുടെ എണ്ണം നോക്കിയാൽ വളരെ കുറവായിരിക്കും.